ചായ പൊതുവേ മലയാളികളുടെ ഒരു വീക്ക്നെസ് ആണ് അല്ലേ? അപ്പോൾ ചില വൈകുന്നേരങ്ങളിൽ ഞങ്ങൾ ചായ ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ചായ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്. നല്ല ടേസ്റ്റുള്ള ഒരു ചായയാണിത്. അപ്പോൾ നമുക്ക് താമസിയാതെ വീഡിയോയിലേക്ക് പോവാം. ഞാനിതാ ഇവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3 പേർക്ക് കുടിക്കാനുള്ള ഒരു ചായ എടുത്തിട്ടുണ്ട്. ഓരോ ഗ്ലാസ് വീതം കുടിക്കാനുള്ള ചായ. അപ്പോൾ ഞാനിതാ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ പാൽപ്പൊടി എടുക്കുക. ഇപ്പോൾ അമൂല്യ ആണെങ്കിലും എവരിഡേ ആണെങ്കിലും നിങ്ങൾ ആദ്യം പച്ചവെള്ളത്തിൽ നമ്മുടെ പാൽപ്പൊടി ഒന്ന് മിക്സ് ചെയ്യണം. ചില പാൽപ്പൊടി ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ടാൽ കട്ട പിടിച്ച് പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പാൽപ്പൊടി കട്ട പിടിക്കാതെ നമുക്കങ്ങ് കിട്ടും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് തിളക്കാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതാ ഒരു 2 മിനിറ്റ് ശേഷം നമ്മുടെ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് പകരം പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് പാൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് ഇതാ 2 ഏലക്കായും പിന്നെ ഒരു ചെറിയ പീസ് പട്ട 2 കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. അപ്പോൾ അതിൽ ഒരു ഏലക്ക ഞാൻ കൈകൊണ്ട് ഒന്ന് പൊളിച്ചിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരെണ്ണം ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫ്ലേവറിനനുസരിച്ചിട്ട് ഇതിൻ്റെ എമൗണ്ട് ചേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് പട്ടൻ്റെ ഫ്ലേവർ ഒന്നും കൂടെ വേണമെങ്കിൽ 2-3 പീസ് പട്ടൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഈ ഒരു അളവിൽ നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ എല്ലാ സ്പൈസസും ഒന്ന് ബാലൻസ്ഡ് ആയിരിക്കും. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ചായക്ക് കിട്ടുക. ഇനി ഇത് ഇട്ടതിന് ശേഷം 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ പാല് ഓവറായിട്ട് അങ്ങ് തിളച്ച് പൊങ്ങുന്നതിന് മുന്നേ ഞാൻ ഇതിലേക്ക് ഇതാ ആവശ്യത്തിനുള്ള ചായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ടീ പൗഡർ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാനിപ്പോൾ നേരത്തെ പാൽപ്പൊടി ചേർത്തില്ലേ, അതിപ്പോൾ നിങ്ങൾക്ക് നല്ല കട്ടിയിലാണ് കുടിക്കാൻ ഇഷ്ടമെങ്കിൽ ഞാനിപ്പോൾ എടുത്ത 3 ടേബിൾ സ്പൂണിനേക്കാളും കുറച്ച് കൂടുതൽ പാൽപ്പൊടി നിങ്ങൾ ചേർക്കുക. അതുപോലെ തന്നെ കടുപ്പവും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ കടുപ്പം ചേർക്കുക. അപ്പോൾ ഞാൻ ഇത് തിളച്ച് വന്നപ്പോൾ ഇത്തിരി കടുപ്പം കുറവായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാനിപ്പോൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമ്മൾ 2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് തിളപ്പിക്കുന്നതിന് കൂട്ടത്തിൽ ഇതാ ഞാനിവിടെ പുതിനയില എടുത്തിട്ടുണ്ട്. ഇത് മസ്റ്റാണ്. ഇത് നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. നമ്മുടെ ചായൻ്റെ ഒരു മെയിൻ ടേസ്റ്റ് ഈ പുതിനയിലയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പുതിനയില എന്തായാലും ചേർക്കണം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് നമ്മൾക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പുതിനയിലയുടെ ഫ്ലേവറും പട്ടൻ്റെ ഏലക്കൻ്റെ ഒക്കെ ഫ്ലേവർ നമ്മുടെ ചായയിലേക്ക് നന്നായിട്ട് ഇറങ്ങി വരണം. അതുവരെ നമ്മൾ ഇത് തിളപ്പിക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചേർത്തതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഇത് എന്തായാലും ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പഞ്ചസാരയും അങ്ങ് ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് എന്തായാലും നിങ്ങൾ തിളപ്പിക്കണം. കാരണം നമ്മൾ ചേർത്ത സ്പൈസസിൻ്റെയും പുതിനയിലൻ്റെ ഒക്കെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങി വരണം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മധുരമൊക്കെ ഉണ്ടോ എന്ന് കറക്റ്റ് നോക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഈ ചായ ഉണ്ടല്ലോ മസ്റ്റ് ട്രൈ ആണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഒട്ടുമിക്ക വീട്ടിൽ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഈ ചായ തിളച്ച് വരുമ്പോഴുള്ളൊരു ഫ്ലേവർ ഉണ്ടല്ലോ, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് നമ്മുടെ മൈൻഡിന് അത്രയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു റിഫ്രഷിങ് ഫീല് തരുന്ന ഒരു പ്രത്യേകതരം സ്മെല്ലാണ് ഈ ചായ തിളപ്പിച്ചെടുക്കുമ്പോൾ വരിക. അപ്പോൾ അതെനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോഴാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ ഈവനിങ് ടീ ആണിത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്